കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. നമുക്ക് കല്യാണം കഴിഞ്ഞ് UK മിനിമം ഹണിമൂൺ പോകണം. അതെ, നമുക്ക് ഒരാഴ്ച UK നിക്കണം. ഇതെന്നാടി പാതിരാത്രി കോഴി കൂവുന്നത്? പാതിരാത്രി കോഴി കൂവുന്നതല്ല, പിന്നെ നമ്മൾ പാതിരാത്രി തുടങ്ങിയ കോള് രാവിലെയാണ് നിർത്തുന്നത്. ഗുഡ് മോർണിംഗ്. പിന്നെ വാവേ, ഇവിടെ എന്നെ ഒരു മൂട്ട നോക്കി ഇങ്ങനെ ചമ്മി ചതങ്ങി നിൽക്കുക. ഞാനൊന്ന് ഉറങ്ങിയിട്ട് വേണ്ട ഈ മൂട്ടയ്ക്ക് എന്നെ കടിക്കാൻ. മൂട്ടയുടെ ഒക്കെ ഒരു കാര്യം, നീ കോപ്പ് കടിക്കും മറ. അയ്യോ, ഫോൺ ഓഫായി. അത് കുഴപ്പമില്ല, 12 മണിക്കൂറൊക്കെ ഒരു ഫോൺ പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ തന്നെ അധികം. ഒരു ചായ എടുത്തോണ്ട് വരാൻ പാടില്ലേ? UK ഫ്ലൈറ്റ് പിടിച്ച് വരട്ടെന്ന് കരുതി. ആരെങ്കിലും ഫോൺ പിടിച്ചോണ്ടിരിക്കുമ്പോ ചെവി ഓർത്ത് കേൾക്കണം. നല്ല പരിപാടിയൊന്നുമില്ല. നിങ്ങളുടെ ശല്യം കാരണമാണ് കട്ടിലെടുത്ത് ഞാൻ പുറത്തേക്ക് ഇട്ടേക്കണം. അപ്പൊ ഇവിടെ ഇതിന്റെ പ്രധാന കാര്യം എന്താണെന്നറിയാമോ? കൾച്ചറില്ല. നിങ്ങൾക്ക് കൾച്ചറില്ല. എനിക്ക് കൾച്ചറില്ല. കൾച്ചറില്ല. അത് ഇങ്ങനെ വന്ന് കേൾക്കൂ. എടാ, അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം നിന്നെ അനിയനായിട്ടല്ല ഞാൻ വളർത്തിയത്, എന്റെ മോനെ പോലെ. ഞാനിപ്പം രാത്രി കിടന്നുറങ്ങുമ്പം തുണി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറും. അത് ഇങ്ങനെയൊക്കെ പറയാവോ? എടാ, കുഞ്ഞുനാളില് നിന്നെ കുളിപ്പിക്കും ഞാൻ. അപ്പം നിന്റെ കൾച്ചറിനെ കുറിച്ച് ഞാൻ സംസ്കാരമില്ലെന്ന് അതൊക്കെ എനിക്കറിയാം. അതെനിക്ക് മനസ്സിലായിരുന്നു. ഇതെന്നെ കൈ തന്നെ ഇത്. അതെ, അപ്പുറത്തെ വീട്ടിലെ രാജേഷ് ഇല്ലടാ, ആ രാജേഷിന്റെ മോൾക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അവക്കൊരു PP വേണമെന്ന് പറഞ്ഞു. ആണല്ലേ? ആയ കാലത്ത് കല്യാണം കഴിച്ചായിരുന്നെങ്കിൽ സ്വന്തം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കായിരുന്നു. നീ കാരണമാണ്. ഞാൻ എന്നാ കാണിച്ചേ? നിനക്കറിയാവോ, 20 വയസ്സുള്ളപ്പോഴാണ് നിന്നെ എന്റെ കയ്യിലോട്ട് അമ്മ ഇങ്ങനെ പെറ്റു തരുന്നത്. കുരിയക്കൂടിന്റെ അത്രേ ഉള്ളായിരുന്നു നീ. പിന്നെ നവജാത ശിശു അബൂ സലിമിനെ പോലെ. എടാ, നീ എന്റെ കൈകളിൽ ഇങ്ങനെ കിടന്നിട്ടാ ഈ കൈകളിൽ കിടന്നായി ഇത്ര നാൾ വളർന്നേന്ന്. 25 വർഷം കൈ കിടക്കുമല്ലായിരുന്നല്ലോ. ഒരു നിമിഷം എന്നെ അടുത്ത് താറ വെച്ചിട്ട് പോയി കല്യാണം കഴിക്കായിരുന്നല്ലോ. അങ്ങനെ പറയണോടാ? നിനക്ക് വേണ്ടി ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലടാ. എനിക്ക് വേണ്ടി എന്തിനാ നിങ്ങൾ കല്യാണം കഴിക്കണേ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കല്യാണം കഴിക്കണം. എനിക്ക് വേണ്ടി ഞാനാണ് കല്യാണം കഴിക്കേണ്ടത്. ശരിയാ, മനസ്സിലായോ? അതാണ്. നിങ്ങൾക്ക് അവിടുന്ന് പെണ്ണ് കിട്ടാനാ പക്വത വേണ്ടേ? കല്യാണം കഴിക്കണതിന്റെ ഒരു മിനിമം പക്വതെങ്കിലും. പക്വതയില്ല. അല്ലെങ്കിൽ പിന്നെ അപ്പുറത്തെ രാജേഷിന്റെ മോളോട്ട് ലുഡോ കളിച്ചിട്ട് പിണങ്ങി പോകാൻ നിൽക്കുന്ന നിങ്ങൾക്ക് എവിടുന്നാ പക്വത? ഒരു കാര്യം ഞാൻ പറയാം, ഈ വന്നു നീ ഇപ്പൊ എന്നോട് ചൂടാവുന്നുണ്ട്. ഒരു കാര്യം, നീ എന്തിനാണ് എന്നോട് ചൂടാവുന്നത്? എന്തിനാണ് നീ എന്നോട് ചൂടാവുന്നത്? കഴിച്ചോട്ട് സംസാരിക്കുന്ന ഞാൻ സ്നേഹം തന്നപ്പോ നീ എന്റെ തലയിൽ കയറി. കുറെ നാളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നീ എന്തിനാ ഇങ്ങനെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഒരു കാര്യമില്ല നിങ്ങൾ ചൂടാവുന്നത്? ആയിക്കോ, എന്തെങ്കിലും ആയിക്കോ. അങ്ങനൊന്നും അല്ല നിന്നെ. എന്തെങ്കിലും ആയിക്കോ. അയാളല്ലേ ഇപ്പൊ എന്നോട് ചൂടായിട്ട് പോയത്? ഉത്തരം മുട്ടുമ്പോ കൊഞ്ചനം കുത്തുക അല്ലേ? പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്, പൂക്കളിൽ റാണിയായി പൂത്തു. നീ ഇപ്പൊ തിരികെ കയറി വന്ന്. നീ ഇപ്പൊ എന്റെ ഫോൺ പിടിച്ചിട്ട് കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ നീ ഒരുങ്ങി വന്നോടി. എനിക്ക് ഒരുങ്ങാൻ അത്ര ടൈം ഒന്നും വേണ്ടെന്നേ. വിളിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ടൈം? നീ കുളിക്കത്തില്ലായിരിക്കും. ഞാൻ സമയത്തിന് കുളിച്ച് ഒരുങ്ങുന്ന കൊച്ച. ആണോ? എനിക്ക് പിന്നെ ഒരു കാര്യം പറയണ്ട്. എന്തുവാ? അങ്ങനെ ഇപ്പൊ ഇങ്ങനെ വരൂ. ചേട്ടൻ എന്ത് ചെയ്യുവോ? ആകത്ത് എന്തോ അടുക്കള പണി ചെയ്തോണ്ടിരിക്കും. എനിക്ക് പേടിയോ? ഒന്ന് വരുവോ? ഞാൻ വരുത്തൊന്നുമില്ല. അടുക്കള എന്ന് പറഞ്ഞ പുള്ളിക്ക് ജീവനാണ്. നീ നമ്മുടെ അയൽവക്കത്തുള്ളതായതുകൊണ്ട്, പിന്നെ നീ കൊച്ചുനാൾ മുതൽ ഈ വീട് കയറി ഇറങ്ങുന്ന ആയതുകൊണ്ടാണ് നമ്മുടെ പ്രണയം ആരും പിടിക്കാത്തത്. സത്യം. പക്ഷെ ഒരിക്കൽ പിടിക്കപ്പെടും. അന്ന് നിന്റെ അച്ഛൻ എന്നെ വെട്ടിക്കണ്ടിച്ച് ബിരിയാണിയാക്കും. ഒന്നാമത്തെ കാര്യം, നമ്മൾ 2 മതക്കാര്. പിന്നെ നീ എന്നേക്കാൾ 2 വയസ്സ് മൂത്തത്. അല്ല, പ്രായം ഞാൻ നോക്കുന്നില്ല. അപ്പൊ സച്ചിൻ കല്യാണം കഴിച്ചേക്കണത് സച്ചിനേക്കാൾ 5 വയസ്സ് മൂത്ത പെണ്ണിനല്ല. അതുകൊണ്ട് അത് വിഷയമില്ല. സച്ചിന് കാശുണ്ട്, കാണാൻ നല്ല ചന്തമുണ്ട്. നിനക്കോ? ഒരുമാതിരി മറ്റേ വർത്താനം പറയും. പിന്നല്ലാണ്ട് നിനക്ക് ജോലി ഉണ്ടോടാ? എടി, എന്റെ ജോലി നശിക്കാൻ കാര്യാടി. എന്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ മൊണ്ണയല്ലേടി. എടി, ഞാൻ ബാങ്കിൽ ലോൺ എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു കൂണ് കൃഷി തുടങ്ങിയല്ലേടി. കൂൺ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? ഈ പ്ലാസ്റ്റിക് കവറിനകത്തേക്ക് നമ്മളുള്ള പച്ചിലയും ഇങ്ങനെയുള്ള വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൽ കൂൺ വിത്ത് പാകും. അങ്ങനെ 30 കൂൺ ബാഗുകൾ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. എന്നിട്ട് തന്നെ ഞാൻ കോളേജിൽ പോയപ്പോ ചപ്പും ചവറും പ്ലാസ്റ്റിക്കിൽ നിറച്ച് വെച്ചേക്കെന്ന് പറഞ്ഞാൽ ആ മൊണ്ണ അത് മൊത്തം എടുത്ത് കത്തിച്ച് അതിന്റെ EMI ഞാൻ അടച്ചോണ്ടിരിക്കുക. അങ്ങനെ നിന്റെ ബിസിനസ് ശരി, എന്റെ ജീവിതമാണ് അയാൾ നശിപ്പിച്ചത്. എന്റെ കല്യാണം കഴിക്കാം, പക്ഷെ കല്യാണം കഴിക്കുന്നതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒക്കെ പറഞ്ഞാൽ ചേട്ടച്ചൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കണം? അയ്യോ,
എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പച്ചനും അമ്മച്ചീനെ ഒന്നും കണ്ടിട്ടില്ല. ചേട്ടച്ചനാണ് എന്നെ നോക്കിയതും വളർത്തിയതും വലുതാക്കിയതൊക്കെ. എൻ്റെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ നോക്കി തന്നൊക്കെ. അപ്പം ഞങ്ങൾ ഇങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ ഈ ലൈറ്റ് കത്തുന്ന ഷൂ ഉണ്ടല്ലോ, അതിനകത്ത് നിന്ന് ഇങ്ങനെ പീപ്പിയുടെ ഒച്ചയൊക്കെ കേൾക്കും. ഒരു ദിവസം ഞാനിത് വേണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വാശി പിടിച്ചേ. ഈ പുള്ളിക്ക് അന്ന് എന്തോ 10-24 വയസ്സേ ഉള്ളൂ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പുള്ളി ചന്തയിൽ എവിടെ ലോഡ് ഇറക്കാൻ പോയി കാലിൽ വീണ് ചോരയൊക്കെ ആയിട്ട് ഈ ഷൂവും കൊണ്ട് വന്നു. അങ്ങനെയുള്ള പാവം പിടിച്ച മനുഷ്യനാണ്. ആ പാവപ്പെട്ടവൻ ഏതെങ്കിലും പോലീസ് കേസിൽ ജയിലിൽ കിടന്നായിരുന്നു ആ ഗ്യാപ്പിൽ കല്യാണം കഴിച്ചു. അല്ലാതെ പിന്നെ എപ്പ കിട്ടുമെന്ന് ഓർത്തിരിക്കും. ഇടി അങ്ങനെ മഹാഫ്രോഡാടി. അങ്ങനെ അന്ന് കൊണ്ടുവന്ന ആ പീപ്പിയുള്ള ഷൂ ഇല്ലേ, അതിന് പീപ്പി കേൾക്കത്തില്ലായിരുന്നു. എന്നിട്ട് പീപ്പി കേൾക്കുമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ച് ആ ഷൂ ഇട്ട് ഞാൻ പോയപ്പോ കൂട്ടുകാരെന്താ പറഞ്ഞെന്നറിയാമോ? എന്തുവാ? പീപ്പി ഇല്ലാത്തവനെന്ന് പരിപാടി കാണിച്ചിട്ടുള്ളവരങ്ങേര്. എടാ എന്തൊക്കെ പറഞ്ഞാലും ചേട്ടച്ചനൊന്നും പറയരുത് കേട്ടോ. അങ്ങനെ പോലീസ് ഒന്നും പിടിക്കാതെ ഞാൻ വെറുതെ പറഞ്ഞത്. ഇന്നലെ തന്നെ ഞാനും അങ്ങേരി ഇരുന്ന് TV കണ്ടോണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് ആഷിക് ബാനായ സോങ് ഇല്ലേ, ഇത്തിരി മസാലയൊക്കെ ഉണ്ട്, ആഷിക് ബാനായ. ഇത് വന്നപ്പോഴേക്കും പുള്ളി ഇങ്ങനെ കണ്ണു പൊത്തിരുന്നടി. എന്തിനെ? ഇത് കാണാതിരിക്കാൻ. എന്നിട്ട് മിന്നായം പോലെ എന്തോ കണ്ടെന്ന് പറഞ്ഞ് പള്ളിയിൽ ചെന്ന് മെഴുകുതിരി കത്തിച്ച് കുമ്പസരിച്ച മുതലാത്. അത്രയും നല്ല മനുഷ്യനത്. നീയായിരുന്നെങ്കിലോ? ഞാനായിരുന്നു മൊത്തം കണ്ടത്. ഇത് മനുഷ്യൻ കാണാൻ എന്തോന്ന് കരയിലും ഞാനോടി. ഇതൊന്നും ആരും കാണത്തില്ല. നമ്മുടെ കല്യാണം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നീ പുള്ളിനെ കുപ്പിയിലാക്കണം. ഞാനോ? ഞാനെന്ത് ചെയ്യാൻ? ഈ സോപ്പിടണം. ഈ സോപ്പിട്ട് ഇതുപോലൊരു അനീതി എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് പുള്ളി ചിന്തിച്ചിരിക്കുമ്പോഴേക്കും ഞാൻ എന്റെ പ്രണയത്തിന്റെ കാര്യം പറയും, നമ്മൾ കല്യാണം കഴിക്കും. ഇതൊക്കെ ഏക്കോ? ഏക്കും. ഓ വന്നുണ്ട് ബാലാമണി. നീ എന്തിനാണ് ഈ വീട്ടിൽ കയറി വന്നത്? നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കയറി വന്നത്. നിന്നെ കാണാൻ എനിക്ക് താല്പര്യമില്ല. ഇറങ്ങിപ്പോയി. എന്താടാ ഇത്? പിന്നെ അവള് എന്തൊക്കെയാണ് വന്നേക്കണത്? ചുമ്മാ അയൽവക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ നാണമാനില്ല. അത് വരാമോ? കൊണ്ടോ നോക്കിയേ. ഉപ്പില്ല. എന്നാ അത് ഉപ്പായിരുന്നു. ഞാൻ എന്തോ ഉണ്ടാക്കി കൊടുത്താലേ അവന് കുറ്റം പറിച്ചില്ല മക്കളെ. ആണോ? ചേട്ടച്ചനെ കണ്ടില്ലായിരുന്നല്ലോ. അകത്ത് എന്താ എടുക്കുമായിരുന്നു? ഞാൻ അടുക്കളയിലേ ഫിഷ് മോളി വെക്കുമായിരുന്നു. ഫിഷ് മോളിയാ? അപ്പൊ രാവിലെ തന്നെ അപ്പം ഫിഷ് മോളി പൊളിക്കണം. അതല്ല, ഫിഷ് കറി വെക്കാൻ എനിക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് ഫിഷ് എടുത്ത് മുകളിലോട്ട് വെച്ച് കടന്ന് തുള്ളിയ. അല്ല മോളെന്താ രാവിലെ? ഇന്ന് പെരുന്നാളല്ലേ? അയ്യോ. അപ്പൊ ഞാൻ കുറച്ച് പത്തിരി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കൊണ്ടുവന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ രാവിലെ പത്തിരിയും ചിക്കൻ കറിയും തിന്നാ. നീ എടുക്കണ്ട. അത് ഞാൻ ചേട്ടച്ചന് കൊണ്ടുവന്നത്. നിനക്ക് ഞാൻ വേറെ തരാം. അയ്യോ മോളെ, ഞാൻ വെജാ. അയ്യോ അപ്പൊ കഴിക്കത്തില്ലേ? അയ്യോ ഞാൻ നോൺ വെജ് കഴിക്കത്തില്ല. കുഴപ്പമില്ല, അവൻ കഴിച്ചോളൂ. ഗില്ലി അടിക്കാത്ത എന്തും അവൻ കഴിക്കും. ഇതുവഴി വരെ ഇഴജന്തുക്കൾക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. പിടിച്ചു നിന്നോളെ, അതല്ലേ സ്വഭാവം. അവിടെ നീ പെരുന്നാളായിട്ട് പുറത്തേക്കൊന്നും പോണില്ലേ? പോകുന്നുണ്ട്. സിനിമയ്ക്ക് പോവാ. സിനിമയ്ക്ക് പോകുന്നുണ്ട്? ഏത് സിനിമയാ മോളെ? വാഴ. എന്തിന്? എന്തിനാ ചേട്ടാ ചിരിക്കണേ? പുറത്തൊക്കെ പോയി എന്തിനാ കാണുന്നത്? നിക്കല്ലേ കണ്ട. അവർക്ക് കാണേണ്ടത് വാഴ 2. പല്ല് തേക്കടാ. പല്ല് തേക്കാൻ വേണ്ടി ഓടിച്ചോണ്ട് രാവിലെ എഴുന്നേറ്റ പല്ല് തേക്കത്തില്ല മക്കളെ. ആണോ? കുളിക്കത്തില്ല. ഒരു കുടം വെള്ളം തലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ. ആ തണുപ്പ് ഉണ്ടെങ്കിലും ബോധം വരുമല്ലോ. ഞാൻ കേട്ടോ മക്കളെ, 2 നേരം ആ പുഴയിൽ പോയി കുളിക്കും. പോലീസ് വീട്ടിൽ വരുമ്പോ അറിയാം പുഴയുടെ പിന്നിലെ രഹസ്യം. പോട്ടെ, 24 മണിക്കൂർ. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ എന്തിനാ ഇവിടെ പറയണത്? അല്ല, ഞാൻ പിന്നെ അപ്പുറത്തെ രാജേഷിന്റെ മോളെടുക്കെ പോയി പറയാതൊക്കെ. പുള്ളിക്കാകപ്പാട് ഒരു കൂട്ടി രാജേഷിന്റെ മോളാ. ആ പെങ്കൊച്ച LKG പോയാ പുള്ളി ഡിപ്രഷൻ അടിച്ചകത്തി. പോയി പല്ലിയക്കടാ. ഒന്ന് ആലോചിച്ച് നോക്കിയാ. ഇവൻ എന്നാ പോട്ടെ, രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ജോലി. അതില്ല, ഫോണാണ്. 24 മണിക്കൂർ ഫോണാണ്. ഈ ആരെ ഏതോ പെങ്കൊച്ചുണ്ടെന്ന്. എന്താണ് ഡാൻസ് കളിക്കുന്നത്? ഏതോ പൊങ്കച്ചുകളാണ് അതിന്റെ അപ്പുറത്ത്. ആരാ വിളിക്കണ? ആരാന്ന് എങ്ങനെ അറിയാം? അല്ലെങ്കിൽ തന്നെ തലയ്ക്ക് ബോധമുള്ള ഏതെങ്കിലും പൊങ്കച്ചവനെ വിളിക്കൂ. ഏതോ പൊട്ടിക്കാളി. അങ്ങനെ ഒരു പൊട്ടിക്കാളി ആയിട്ടല്ലേ ഈ ബോധവും പൊക്കണോ ഇല്ലാത്ത വേട്ടാവളി എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. ആണോ മോളെ? എന്ത് ചെയ്യുമെന്ന് പറയണേ ചേട്ടച്ച. അനിയൻ ഇങ്ങനെ പൊന്നു പോലെ നോക്കണ ചേട്ടച്ചനെ കാണാൻ എന്നും വരുന്ന എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട്. ആയിക്കോട്ടെ, പോട്ടെ. ചേട്ടച്ചാ, ഈ കല്യാണത്തിന് ഈ മതത്തിന്റെ വല്ല പ്രശ്നമുണ്ടോ? മതത്തിന് എന്ത് പ്രശ്നം? എല്ലാ മതം ഒരുപോലല്ലേ മോളെ. മതത്തിന് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോ സുഖമില്ല കിടക്കുന്നു, ഒരു കുപ്പി ബ്ലഡ് വേണം. മതം നോക്കിയിട്ടാണോ? നമ്മളങ്ങ് ബ്ലഡ്. ഞാൻ അങ്ങനൊരു ചിന്താഗതിയാ. ആണോ? എന്നാ പൊക്കോട്ടെ.
അതെ, ആ, ഈ പറഞ്ഞോ. കല്യാണത്തിന് പ്രായമൊക്കെ നോക്കൂ, പ്രശ്നമാണോ? പ്രായമൊക്കെ ഒരു പ്രശ്നമാണോ? പ്രായം എന്തിനാ ഇല്ലേ? അതിന്റെ കാര്യമൊന്നുമില്ല. ഇല്ലേ? പ്രായം ഇല്ല. പൊക്കോട്ടെ, കുഴപ്പമില്ലല്ലേ? ചേട്ടച്ച, പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു. പിന്നെ പറയാം. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അല്ലേ പിന്നെ ഇങ്ങനെ ആയിരിക്കൂ. രാജേഷിനോടൊന്ന് ചോദിച്ചല്ലേ. രാജേഷേ, അവരുടെ എടാ ഒരു കൊത്ത് വീണെന്ന് തോന്നുന്നു. അത് ഈ പാടത്തും പറമ്പത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ സൂക്ഷിക്കണ്ടേ, മേളിലൊരു കെട്ട് കെട്ടിയാൽ മതി ഇപ്പോഴേ. എടാ പാമ്പ് കൊത്തുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഒരു ഈ എന്തോ ഒരു 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 പ്രണയം വന്ന് വീണത് കണക്ക് ഒരു തോന്നുന്നു. നിനക്ക് ഈ മുതുക പ്രായത്തിലോ? അതായത് എന്താടാ കാര്യം പറയടാ. ഈ പ്രണയത്തിന് കണ്ണും മൂക്കും വല്ലതും ഉണ്ടോ? അല്ല, പ്രണയത്തിന് അങ്ങനെ പ്രായമൊന്നുമില്ല. ഇപ്പൊ എന്താണ് സംഭവം? എന്താണ് വിഷയം? എന്താണ്? നമ്മുടെ ബഷീർ കട മോളില്ലേ, നമ്മുടെ പാത്തുമ്മഴ ആടൊക്കെ എഴുതിയ ബഷീർക്കേട്. അത് ഇനി എങ്ങോടെ കൊണ്ടുപോകുന്ന തന്നെ അതല്ല. നമ്മുടെ ഈ പിന്നെ നമ്മുടെ സുലൈമാന്റെ പെങ്ങള് സുലൈമാനെ കിട്ടുന്നില്ല. ആരാണത്? സുൽഫത്തിത്തായില്ലേ, കട മോള്. അതൊരു കൊച്ചു പെണ്ണല്ലേടാ എന്റെ മോള്. പ്രേമിക്കുന്നതിനിപ്പം അങ്ങനെ പ്രായം വല്ലതും ഉണ്ടോ? ആ, അങ്ങനെ പ്രായമൊന്നുമില്ല. എന്നാലും ഈ വയസ്സാക്കെ അടുത്ത് ഗോളടിച്ചല്ലോ. അപ്പൊ എന്താ പിന്നെ നീ വെച്ചേട്ടാ. ശരി ശരി. ബഷീർ കട ജനല് പൊട്ടിയെന്ന് തോന്നുന്നു. ഈശ്വര, എന്തായാലും വഴക്കുമൊക്കാണൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അനിയൻ ഇങ്ങനെ പൊന്നു പോലെ നോക്കുന്ന ചേട്ടച്ചനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാ. ഈ കല്യാണത്തിന് മതമൊക്കെ നോക്കോ? കല്യാണം കഴിക്കുന്നതിന് പ്രായം ഒരു കുറവാണോ? പ്രഭാത ഭ്രാന്ത് കഴിഞ്ഞെങ്കിൽ റേഷൻ കട വരെ ഒന്ന് പോവാമോ? അരി തീർന്നിരിക്കുക. അല്ല തന്നെ അരി നോക്കണം എന്തിനാ? അവളിവിടെ കൊണ്ട് പത്തിരി വെച്ചേക്കുമല്ലേ, ഇയാളാണ് അത് കഴിക്കുപോയിട്ട്. തൊട്ടുപോകരുത്, തൊട്ടുപോകരുത്. അത് എനിക്കുള്ളതാ. നിങ്ങൾ വെച്ചല്ലോ. ഞാൻ ഇന്ന് മുതൽ നോൺ വെജാ. ഒരു മട്ടൻ കിട്ടുമോ? മട്ടൻ ചോദിച്ചതേ ഉള്ളു. എന്താ ടേസ്റ്റടാ. വെക്കാൻ അറിയാവുന്നവർ വെച്ചാൽ അങ്ങനെയാ. നമ്മുടെ ഫിഷ് മോളി പോലെയല്ല. അതല്ല, ഇതിനകത്ത് മൊഹബത്ത് ചേർത്തിട്ടുണ്ട്, മുന്തിരിങ്ങ ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും തിന്ന് തീർക്കില്ല. ഇത് ഞാൻ വെച്ചിരുന്ന് കുറേ ദിവസങ്ങൾ കൊണ്ടേ വെച്ച് തീർക്കും. അത് വളിച്ചു പോയില്ലേ? വളിച്ചു പോയി. പാത്രം കഴുകാതെ വെച്ചാൽ കുഴപ്പമല്ലുണ്ടോ? നീ എന്താണ് നോക്കുന്നത്? ഞാൻ അകത്ത് കയറി പോയപ്പോഴേ വല്ല ഓട് വല്ലതും തല വീണു.
അപ്പൊ ഇങ്ങനെ കിടന്ന് പിച്ചും പെയ്യും പറയേണ്ട കാര്യമില്ലല്ലോ. അതെ, ആ പൊന്നാനി വരെ പോകുന്നതിന് എന്താ അഭിപ്രായം? സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ. ഇങ്ങോട്ടിറങ്ങി വന്നേ, ഇങ്ങോട്ടിറങ്ങി വന്നേ, ഇങ്ങോട്ട് വന്നേ. എന്താ നിങ്ങളുടെ നടത്തത്തിലൊക്കെ എന്തൊരു മാറ്റം? മാറ്റമില്ല. പൊന്നാനി പോണ കാര്യം എന്താ? അല്ല, സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാമല്ലോ. ചേട്ടച്ചാ, ചേട്ടച്ച ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ചേട്ടച്ച വീട്ടിൽ എനിക്ക് കല്യാണം ആലോചിക്കുക. കല്യാണോ? ആ ആലോചിക്കട്ടെ, അതൊന്നും വിഷയമില്ല അല്ലേ? ഇല്ല, വിഷയമില്ല. ചേട്ടച്ച എനിക്കൊരു കാര്യം പറയാനുണ്ട് ചേട്ടച്ചാ. ഇങ്ങോട്ട് പറയണ്ട, ഇഷ്ടമാണെന്നല്ലേ? ആ എന്താ നിന്റെ അഭിപ്രായം? എന്നെ തല്ലണില്ലേ? അയ്യേ, നീ എങ്ങനെയാണോ കരുതിയത്? കണ്ടോടി, ഞാൻ പറഞ്ഞില്ലേടി ഈ ഹൃദയത്തിൽ, ഈ ശരീരത്തിൽ ഒരു ഹൃദയം ഉണ്ടെന്ന്. എന്നെ തല്ലുന്നില്ല. എന്റെ അനിയനല്ലേ, എന്റെ അഭിപ്രായത്തിന് അവന് എതിരഭിപ്രായമില്ല. ഞാനിത് ആഗ്രഹിച്ചിരുന്ന കാര്യ. എങ്ങനെ പറയും ഓർത്തോളി. എനിക്ക് അതാണ് നമ്മുടെ ഫാമിലിയുടെ ഒരു പോസിറ്റീവ് വൈബ്. നിന്റെ മനസ്സിലുണ്ടായിരുന്നു? പിന്നെ ഓ ദൈവമേ, അച്ഛനും അമ്മയും സത്യം പറഞ്ഞ എന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ച് മുത്ത. അതെ. ഇനി ഇപ്പൊ താമസിക്കുന്നില്ല. അതെ. ചിലപ്പോ ബഷീർക്കാ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പ്രശ്നം ഉണ്ടാക്കും. കട്ടക്ക് നിൽക്കണേ ചേട്ടച്ചൻ, കട്ടക്കല്ലേ? നീ കട്ടക്കാണോ? ഞാൻ കട്ടക്കാണ്. ചേട്ടൻ കട്ടക്ക്. കട്ടക്കാണല്ലോ. നീ കട്ടക്കല്ലേ? ഇവിടെ നില്ലേ, ഇനിയിപ്പൊ അവര് വരുന്നതിന് മുമ്പ് തന്നെ നിനക്ക് ഇതാ വരും. എടാ, നീ അല്ലേ പറഞ്ഞ ചേട്ടച്ച സമ്മതിക്കത്തില്ലെന്ന്? മരത്തിന്റെ അവിടെ നിന്ന് ഉമ്മ വെച്ചത് കണ്ടോ? ഇല്ല. എന്നിട്ട് എന്നാ ഇരിക്കുന്നത്? ശ്ശോ, എനിക്ക് ഭയങ്കര താലി ഇപ്പൊ തന്നെ. ഇനി ഒന്നും ആലോചിക്കാനില്ല. ആ. പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പേ ആ. നമ്മൾ തീരുമാനിക്കുന്ന സമയം, അതെ നമ്മൾ തീരുമാനിക്കുന്ന സ്ഥലം. അതെ. നീ എന്താ പറയുന്നു? സന്തോഷം. എനിക്ക് ഞാൻ ഇങ്ങോട്ടൊരു പെണ്ണ് വന്ന് കയറണല്ലേ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്നാ പിന്നെ അതെ. ചേട്ടച്ചന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരാള്. ചേട്ടച്ച അനുഗ്രഹിക്കണം. ചേട്ടച്ചൻ സ്വത്താണ്. ചേട്ടനല്ല, അച്ഛൻ. ഞങ്ങൾക്കുണ്ടാവുന്ന മക്കൾക്കും നിങ്ങൾ ചേട്ടച്ചനാവണം. അവരും ആരെങ്കിലും പ്രേമിക്കുമ്പോ ഇതുപോലെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഈ ജന്മത്തിലല്ല, അടുത്ത ജന്മത്തിലും എനിക്ക് തദൈവ. ഇവിടെ നിൽക്കണം. ഇവിടെ നിന്ന് എന്റെ പിള്ളേരുടെ ഒക്കെ ചേട്ടച്ചനാവണം. അതിനൊക്കെയുള്ള കടിക്കട്ടെ ഞാൻ പാടി. നമുക്ക് റൂമിൽ പോവാം. ഇവിടെ ഞാൻ നിന്ന് ഇമ്മോറലായി പോവാം. ഒരു മുറിയുള്ളൂ. ഇയാളെ കട്ടിലെടുത്ത് പുറത്തിടാം. സൈനവാ